പഞ്ചവടിയിൽ പോയിട്ട് ബലിയിടാനാണ് ഇത്രയും നേരത്തെ എണീച്ചിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 4:45 ആകുമ്പോൾ എണീച്ചു. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എണീച്ചതിന് ശേഷം കുറച്ച് പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ജസ്റ്റ് ഡ്രസ്സൊന്നും മാറി ഹെയറൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണ്. കുളിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്, കാരണം അവിടെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കുളത്തിൽ മുങ്ങി കുളിക്കേണ്ടതായിട്ടുണ്ട്. കല്യാണിയും കൂടെ വരുന്നുണ്ടെന്ന് ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എണീച്ചപ്പോഴേക്കും അവളും എൻ്റെ കൂടെ ചാടി എണീച്ചു കേട്ടോ. ഇന്നപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാനും ചേട്ടനും അക്ഷയും കല്യാണിയും. പിന്നെ തറവാട്ടിൽ നിന്ന് വലിയേട്ടനെയും കൂടി എടുക്കണം. വലിയേട്ടൻ ബലിയിടാനായിട്ടുള്ള നൊയമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞ പ്രകാരം 5 മണിക്ക് തന്നെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ വലിയേട്ടനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വലിയേട്ടനും പിക്ക് ചെയ്ത് നമ്മളങ്ങനെ നേരെ ചാവക്കാടുള്ള പഞ്ചവടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പഞ്ചവടി കടപ്പുറത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് കേട്ടോ. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ഈ ഒരു വഴിയൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും ക്ഷേത്രത്തിൽ വന്നു. വഴിപാട് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ബലിയിടാനായിട്ടുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ബലിയിടുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബലിയിടുന്ന ആ ഒരു സ്പോട്ട് വരുന്നത്. അവിടെ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാനും എല്ലാത്തിനും ഓരോ കർമ്മികളുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചീട്ട് കൊടുത്താൽ മതി. കാലത്ത് 5 മണിക്ക് തന്നെ അവിടെ ഓപ്പൺ ആവും. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് നമ്മൾ ബലി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബലി ഇട്ടതിന് ശേഷം നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴാം. തിലഹോമത്തിന് ചീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പക്ഷെ നമ്മളത് കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരെ വേഗം വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പാവറട്ടിയിൽ ഒരു പൂക്കടയിൽ കയറിയിട്ട് ചേട്ടൻ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫോട്ടോമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അമ്മ എണീച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വന്നതും കുട്ടികളും ചേട്ടനും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുട്ടികൾക്ക് ഇന്ന് എക്സാം ഉണ്ട്. ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഇത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എക്സാം ഉണ്ട്, ചേട്ടന് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണിക്കും അക്ഷയ്ക്കും ഇവിടെ നിന്ന് പോകാനായിട്ട് തീരെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ എക്സാം ആയതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. എന്തായാലും വൈകുന്നേരം ഫംഗ്ഷൻ തുടക്കുന്ന ആ ഒരു സമയത്തേക്ക് ആകുമ്പോഴേക്കും സ്കൂളും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ പിള്ളേരെയും കൊണ്ട് പോയത് കേട്ടോ.